നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. തൊഴിലന്വേഷകരെ സഹായിക്കാൻ കൂടുതൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. മലമ്പനി മന്തുരോഗ നിവാരണത്തിന്റെ ഭാഗമായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ രക്തപരിശോധന തുടരുന്നു. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള പുരോഗമിക്കുന്നു. ആദ്യ ദിനം സെൻഗുരെ THSS മുന്നിൽ. അഞ്ചലിൽ വിവാഹ തട്ടിപ്പ് വീരൻ കുടുങ്ങിയത് ഫേസ്ബുക്കിൽ വിവാഹ ഫോട്ടോ ഇട്ട്. വാർത്തകൾ വിശദമായി. തൊഴിലന്വേഷകരെ സഹായിക്കാൻ കൂടുതൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട്. സ്വകാര്യ മേഖലയ്ക്കും കോർപ്പറേറ്റുകൾക്കുമാണ് കൂടുതൽ ചെയ്യാനാവുകയെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. തൊഴിലന്വേഷകർക്ക് ആശ്വാസം പകരുന്ന തൊഴിൽ മേളകൾ കൂടുതൽ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെയും യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ സംഘടിപ്പിച്ച തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായിരിക്കുന്ന തൊഴിലന്വേഷകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിൽ ഈ തൊഴിൽ മേള ഇന്നിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും ഇന്ന് വന്ന അവസരം കിട്ടാത്തവർക്ക് ഇന്ന് വന്ന കമ്പനികളും ഇനി വരാത്ത കമ്പനികൾ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ആ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകാനാണ്. രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധികളിലൊന്നാണ് തൊഴിലില്ലായ്മ. സർക്കാരുകൾക്ക് മാത്രമായി ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയില്ല. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കുമാണ് തൊഴിൽ രഹിതരെ കൂടുതലായി സഹായിക്കാൻ കഴിയുന്നതെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ നടക്കുന്ന തൊഴിൽ മേള ഗവൺമെന്റ് ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുമുള്ള സ്വകാര്യ തൊഴിൽ സംരംഭകരുടെ ഒരു മേളയാണ്. സ്വകാര്യ മേഖലയിൽ തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു മേളയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഒരുപാട് സ്വകാര്യ കമ്പനികളുണ്ട്. IT കമ്പനികളുണ്ട്, അതുപോലെ മറ്റ് പലതരത്തിലുള്ള കമ്പനികളുണ്ട്. ഈ കമ്പനികളിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. ഈ തൊഴിലവസരങ്ങൾ ഞാനും നിങ്ങളും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റ് ജോലി എന്ന് കിട്ടുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. ഗവൺമെന്റ് ജോലി കിട്ടുന്നതുവരെ നമ്മുടെ ഈ പഠനവും കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാങ്കുകളിൽ നിന്ന് ലോണും എടുത്ത് പഠിച്ച് ജോലിയില്ലാതെ നിൽക്കുകയും അവസാനം ബാങ്കിന്റെ റിക്കവറി ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ധാരാളം അഭ്യസ്ത വിദ്യർ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് ജോലിയോ ലഭിക്കുന്നത് വരെ ഒരു ആശ്വാസത്തിൽ ബാങ്കുകളെടുത്ത ലോണടക്കമുള്ള തിരിച്ചടയ്ക്കുവാനുള്ള ഒരു ആശ്വാസമായിട്ടാണ് ഈ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ശ്രമഫലമായി സംഘടിപ്പിച്ച മൂന്നാമത്തെ തൊഴിൽമേളയാണ് ശാസ്താംകോട്ടയിൽ നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V വേണുഗോപാലക്കുറുപ്പ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം കരുവള്ളിൽ ശശി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV താരാഭായ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ്, DB കോളേജ് പ്രിൻസിപ്പൽ K സോമൻപിള്ള, NSS സ്റ്റേറ്റ് ലൈസൺ ഓഫീസർ ഡോക്ടർ K പ്രകാശ്, പ്രോഗ്രാം കോർഡിനേറ്റർ Y ഷാജഹാൻ, PG രാമചന്ദ്രൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഗിരിജാദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരുടെ എണ്ണം എത്രത്തോളം എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ശാസ്താംകോട്ടയിൽ നടന്ന തൊഴിൽമേള. 2767 പേർക്ക് നിയമനം ലഭിച്ചു. 20,000-ലേറെ പേരാണ് തൊഴിലന്വേഷിച്ച് എത്തിയത്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ശാസ്താംകോട്ടയിൽ നടത്തിയ തൊഴിൽമേളയിൽ ജോലി തേടിയെത്തിയത് 20,000-ലേറെ പേരാണ്. തിക്കും തിരക്കും കാരണം തൊഴിൽമേളയുടെ ഗുണഭോക്താക്കളാക്കാൻ നൂറുകണക്കിന് തൊഴിലന്വേഷകർക്ക് കഴിഞ്ഞുമില്ല. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. രാജ്യത്തെ പ്രമുഖമായ പല കമ്പനികളും തങ്ങൾക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ ഇവിടെ എത്തി. 2767 പേർക്ക് നിയമനം ലഭിച്ചു. രാവിലെ 7 മണി മുതൽ തന്നെ കോളേജ് പരിസരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ചെറുതും വലുതുമായ 57 കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ തേടി എത്തിയിരുന്നു. ശാസ്താംകോട്ട DB കോളേജിലെ NSS വിദ്യാർത്ഥികൾ മേളയുടെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചു. അപേക്ഷകളും ബയോഡേറ്റയും പൂരിപ്പിക്കുന്ന സ്ഥലങ്ങളിലും അഭിമുഖ കേന്ദ്രങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. ആയിരങ്ങൾ ഉദ്യോഗം തേടി കോളേജ് അങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത് സംഘാടകരെ പോലും അതിശയിപ്പിച്ചു.
ശാസ്താംകോട്ട ടൗണിൽ നിന്ന് 3/4 കിലോമീറ്റർ അകലെ പ്രകൃതി മനോഹരമായ പച്ചപ്പുകൾ നിറഞ്ഞ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡ് കോളേജിലേക്കുള്ള പാതയോരങ്ങൾ യുവതി യുവാക്കളെ കൊണ്ട് നിറഞ്ഞ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കോളേജിലേക്കുള്ള റോഡുകളിൽ തിരക്ക് മൂലം വാഹനങ്ങൾക്ക് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മലമ്പനി മന്ദരോഗ നിവാരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന പുരോഗമിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായുള്ള ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ രോഗലക്ഷണങ്ങൾ കണ്ടിരുന്നു. മലമ്പനി മന്ത് നിവാരണത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രക്തപരിശോധന നടത്തിയത്. പത്തനാപുരം, തലവൂർ പഞ്ചായത്തുകളിലായി 200-ലധികം തൊഴിലാളികളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചു. കൊല്ലം ജില്ലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ മലമ്പനി, മന്ത് തുടങ്ങിയവയുടെ ലക്ഷണങ്ങൾ ചിലരിൽ കണ്ടു തുടങ്ങിയതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കാഷ്യൂ ഫാക്ടറികൾ, ഇഷ്ടിക ചൂളകൾ, ഓട് ഫാക്ടറികൾ, കയർ ഫാക്ടറികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലും നിർമ്മാണ മേഖലയിലും പണിയെടുക്കുന്ന മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. പത്തനാപുരം പനമ്പറ്റ ഓട് ഫാക്ടറിയിലെത്തിയ സംഘം തൊഴിലാളികളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഫാക്ടറിയിലും സമീപത്തും മാലിന്യ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വിലയിരുത്തി. മലമ്പനി, മന്ത് തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവരുടെ രക്തത്തിലെ അണുക്കൾ കണ്ടെത്തുന്നതിന് രാത്രി സമയങ്ങളിൽ രക്തസാമ്പിളുകൾ ശേഖരിക്കണമെന്നതിനാൽ രാത്രി വൈകിയാണ് തൊഴിലാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചത്. രോഗലക്ഷണമുള്ളവരെ പരിശോധനയിലൂടെ 2 ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാൻ കഴിയും. തലവൂർ പഞ്ചായത്തിലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന ഈ ടൈൽ ഫാക്ടറികൾ, കാഷ്യൂ ഫാക്ടറികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് രാത്രിയിൽ മന്ത്, മലമ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് എതിരെയുള്ള ഒരു രക്തപരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഈ രാത്രികാലങ്ങളിലാണ് മന്തിനും മലമ്പനിക്കുമുള്ള രക്തം നമ്മൾ പരിശോധിക്കാനായിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പരിശോധന നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം നമ്മൾ ഈ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഈ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, പാരിപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ മലമ്പനി പോലെയുള്ള രോഗങ്ങൾ വന്ന് കേരളത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് സ്വദേശീയരിലേക്ക് ഈ രോഗം പകരുകയും അത് മറ്റിടങ്ങളിൽ വ്യാപകമായി ബാധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെയും കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പഞ്ചായത്ത് തല രജിസ്ട്രേഷനും ഹെൽത്ത് കാർഡും വിതരണം ചെയ്യാനുള്ള പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഈ 1 മാസത്തിനകം ഹെൽത്ത് കാർഡും പഞ്ചായത്ത് അതിന് രജിസ്ട്രേഷനും അതുവഴി പോലീസ് സ്റ്റേഷനുകളിലും ഇവരുടെ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ സുകേശൻ, ജോൺ യോഹന്നാൻ, ഫീൽഡ് വർക്കർമാരായ ബിജു, അനിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അരുൺ, സുരേഷ് കുമാർ, സുഭാഷ്, പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. രക്തസാമ്പിൾ ശേഖരണവും പരിശോധനയും വരും ദിവസങ്ങളിലും തുടരും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കഷ്ടപ്പാടുകളേറെയുണ്ടെങ്കിലും തങ്ങളുടേതല്ലാത്ത സ്വർണവും പണവും കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുകയില്ലെന്ന് തെളിയിച്ചു അഞ്ചലിൽ 3 നിർമ്മാണ തൊഴിലാളികൾ. വഴിയരികിൽ കിടന്നുകിട്ടിയ ബാഗിൽ കണ്ട 8 പവൻ സ്വർണവും പണവും ഇവർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് ഇത് ഉടമയ്ക്ക് കൈമാറി. അഞ്ചൽ വക്കമുക്ക് സ്വദേശി കർണൻ, അലേമൺ സ്വദേശി ആർ വിജയകുമാർ, തഴമേൽ സ്വദേശി ബാബു എന്നിവർക്കാണ് സ്വർണവും പണവും നിറച്ച ബാഗ് വഴിയരികിൽ നിന്ന് ലഭിച്ചത്. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ലോക്കറിന്റെ നിർമ്മാണ ജോലിയിലായിരുന്ന ഇവർ ഉച്ചഭക്ഷണത്തിനായി അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ ഹോട്ടലിലേക്ക് പോകും വഴിയാണ് വഴിവക്കിൽ നിന്ന് ബാഗ് ലഭിച്ചത്. ബാഗിൽ സ്വർണവും പണവുമാണെന്ന് കണ്ട മൂവരും ചേർന്ന് ഇത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അന്നന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന ഈ സാധാരണക്കാർക്ക് കഷ്ടപ്പാടിന്റെ വില നന്നായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ പണവും സ്വർണവും നഷ്ടപ്പെട്ടവന്റെ വിഷമം മനസ്സിലാകുമെന്നും ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എടുത്തു നോക്കിയപ്പോഴാണ് അതിൽ പൈസയും സ്വർണ്ണവും കുറേ അഡ്രസ്സുകൾ, ഐഡന്റിറ്റി കാർഡ്, പാൻ കാർഡ്, ATM കാർഡുകൾ എല്ലാം ഉണ്ട്. ഞങ്ങൾ നേരെ കൂടെ പോയിട്ട് നമുക്ക് തിരിച്ചത് പറയും. അതിൻ്റെ ആ ആൾക്കാർ തന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരുന്നു ഉണ്ടാക്കിയത്. അവിടെ അന്നത്തെ ആ വിഷമം എന്തുമായിരിക്കും നമുക്കൊന്ന് ആലോചിക്കാം. നമ്മളതിന് 1 രൂപ കളഞ്ഞു പോയാൽ തന്നെ നമുക്ക് മാർഗം കൊടുക്കാതിരിക്കുവാണെങ്കിൽ നമ്മളതിന് കളഞ്ഞു പോയാൽ നമുക്ക് ആ 1 രൂപ ആയാലും അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാം.
അഞ്ചൽ പനയഞ്ചേരി KR ഭവനിൽ ഇന്ദുവിന്റേതായിരുന്നു ബാഗ് നഷ്ടപ്പെട്ട വിവരം പോലീസിൽ അറിയിക്കാൻ എത്തിയപ്പോഴാണ് സത്യസന്ധരായ തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിൽ ബാഗ് എത്തിച്ച വിവരം ഇവർ അറിയുന്നത്. ബാഗ് ഇവരുടേതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പണവും ആഭരണങ്ങളും ബാഗും അഞ്ചൽ സബ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് ഇന്ദുവിന് കൈമാറി. നഷ്ടപ്പെട്ട പണവും സ്വർണവും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഇന്ദുവും ഒരു സത്കർമ്മം ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ സത്യസന്ധരായ 3 തൊഴിലാളികളും ഇരുവഴിക്ക് പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരം ഗാന്ധിഭവനിൽ സംഘടിപ്പിക്കപ്പെട്ട വനിതാ കമ്മീഷൻ അദാലത്തിൽ നിരവധി പരാതികൾക്ക് തീർപ്പായി. ദാമ്പത്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികളായിരുന്നു ഏറെയും. കള്ളപ്പരാതികളും എത്തിയിരുന്നു. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 155 പരാതികളിൽ 52 എണ്ണത്തിൽ തീർപ്പായി. വാദിയോ പ്രതിയോ എത്താതിരുന്നത് മൂലം 93 കേസുകൾ പരിഗണിച്ചില്ല. 7 കേസുകൾ പോലീസ് അന്വേഷണത്തിനായി മാറ്റിവെച്ചു. വിദഗ്ധ ഉപദേശങ്ങൾക്കും കൌൺസിലിംഗിനുമായി 2 കേസുകൾ മാറ്റി. കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളും താളപ്പിഴകളുമായിരുന്നു അദാലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലെ പ്രധാന വില്ലനായി കാണപ്പെട്ടത് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉപയോഗമാണ്. മദ്യപിച്ചു വന്ന ഭാര്യയെയും മക്കളെയും മർദ്ദിക്കുന്നവർക്കെതിരായ പരാതികൾ ഏറെയായിരുന്നു. കള്ളപ്പരാതികളുമായി അദാലത്തിലെത്തിയവരുമുണ്ട്. സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തി പുരുഷന്മാരെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന കൌശലക്കാരികളുമെത്തി. പത്തനംതിട്ട ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ ഭാര്യാമാതാവ് നൽകിയ പീഡന കേസ് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇടവൺ സ്വദേശിയായ ശോഭന എന്ന യുവതിയെ നിരന്തരം ശല്യം ചെയ്തിരുന്നയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ കെ തുളസി, വനിതാ കമ്മീഷൻ ഡയറക്ടർ ജേക്കബ് ജോബ് എന്നിവർ അദാലത്തിനെപ്പറ്റി വിശദീകരിച്ചു. സാധാരണ വനിതാ കമ്മീഷന്റെ അദാലത്തുകളിൽ എല്ലാ തരത്തിലുള്ള പരാതികളും വരാറുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ പ്രശ്നങ്ങൾ, പിന്നെ സ്വത്ത് തർക്കമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ സൈബർ ക്രൈം പോലെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ വനിതാ കമ്മീഷന്റെ പരിധിയിൽ വരാറുണ്ട്. പിന്നെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷലി ഹരാസ് ചെയ്യുന്ന കേസുകൾ വളരെ റെയറായിട്ടാണ് വനിതാ കമ്മീഷന്റെ പരിധിയിൽ ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ പരിഗണിച്ച കേസുകൾ വന്നിട്ടുള്ളൂ. നേരത്തെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പോലീസ് നടപടിക്ക് വേണ്ടിയിട്ട് അത് നേരത്തെ ഫോർവേഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേസ് പരിഗണിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ലഭിച്ച പരാതികൾ ആവശ്യമായ നടപടികൾക്ക് മറ്റ് ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസുകളാണെങ്കിൽ പോലീസ് തുടങ്ങിയുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസ് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അവരിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങും. അവരെ തുടർ നടപടി എടുക്കാൻ പ്രേരിപ്പിക്കുക. ആരെങ്കിലും നടപടി എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്ത് അതിന്മേൽ നടപടി സ്വീകരിക്കുക. മറ്റ് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പരാതികൾ വരുമ്പോൾ അതാത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അഭിപ്രായം ആരായുക. അതിനുശേഷം അദാലത്തിൽ വിളിക്കുക, അത് സെറ്റിൽ ചെയ്യുക. ജനപ്രതിനിധികൾ, അഭിഭാഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഗാന്ധിഭവൻ ഭാരവാഹികൾ, പോലീസ് അധികൃതർ, ലീഗൽ സർവീസ് അധികൃതർ, ജില്ലാ പഞ്ചായത്ത് അധികൃതർ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ചൊവ്വാഴ്ച തുടങ്ങി. ആദ്യ ദിന മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ സെന്റ് ഗ്രേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയ്ക്ക് തുടക്കമായി. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 29, 30 തീയതികളിലാണ് മത്സരങ്ങൾ. നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ 80-ൽ പരം സ്കൂളുകളിൽ നിന്ന് 1000-ൽ പരം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 19 സ്കൂളുകൾ മാറ്റുരയ്ക്കുന്നുണ്ട്. അത്ലറ്റിക്സ്, ലോങ് ജമ്പ്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട് എന്നീ ഇനങ്ങളാണ് ആദ്യ ദിനം നടന്നത്. ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 82 പോയിന്റുമായി സെന്റ് ഗ്രേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്തും പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 62 പോയിന്റുമായി 2ാം സ്ഥാനത്തും പത്തനാപുരം മൌണ്ട് താബോർ ഹൈസ്കൂൾ 58 പോയിന്റുമായി 3ാം സ്ഥാനത്തുമുണ്ട്. മത്സരങ്ങൾ ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ തെന്മല ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിൽ വെള്ളമെത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ജലസേചന വകുപ്പ് മന്ത്രിക്കും പ്രദേശവാസികൾ പരാതി നൽകും. ഇതിനായി ഒപ്പുശേഖരണം തുടങ്ങി. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൺ 34, ഇടത്തറപ്പച്ച, ആനൂർ, NH സൈഡ്, സബ്സ്റ്റേഷൻ, തേക്കിൻകൂപ്പ്, വയലിൽ ഭാഗം, ഉപ്പൂഴിത്തറ, അണ്ടൂർപ്പച്ച എന്നീ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. നിലവിൽ തേക്കിൻകൂപ്പിൽ 10ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് കാര്യക്ഷമമല്ലാത്തതാണ് 9, 10, 11 വാർഡുകളെ കുടിവെള്ളക്ഷാമത്തിലാഴ്ത്തിയിരിക്കുന്നത്. ഈ ടാങ്കിന്റെ ഉയരം കൂട്ടിയും സംഭരണശേഷി വർദ്ധിപ്പിച്ചും വാർഡുകളിലേക്ക് പൈപ്പ് ലൈൻ നീട്ടി സ്ഥാപിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകാൻ തീരുമാനിച്ചതെന്ന് ചെയർമാൻ R.
സുമേഷ് ലൈവ് വാർത്തയോട് പറഞ്ഞു. പണി തുടങ്ങിയപ്പോൾ തന്നെ ഇത് നിർമ്മാണത്തിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചു. ഇതിന്റെ യഥാർത്ഥ ഉയരമല്ല വാട്ടർ ലെവൽ നോക്കിയിട്ടല്ല ഇത് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പൈപ്പ് ലൈൻ ഇട്ട ഭാഗത്ത് തന്നെ നിലവിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. കൂടാതെ ഇത് 34-ലുള്ള മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇത് ഉയർത്തണം എന്നാണ് നമ്മുടെ ആവശ്യം. അതിന് സമുദ്രനിരപ്പിന്റെ യഥാർത്ഥ ലെവൽ എടുത്തുകൊണ്ട് ഉയർന്ന ഭാഗത്ത് ടാങ്ക് പുതിയതായി നിർമ്മിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നാണ് നമുക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. കുളത്തിനോട് സംബന്ധിച്ച ഗ്യാലറി പൈപ്പുകളൊക്കെ നിർമ്മിച്ചത് അത് 92 വെള്ളപ്പൊക്കത്തിൽ മുഴുവൻ നശിച്ചു പോവുകയും ആറ്റിലെ നേരിട്ടുള്ള വെള്ളം കുളത്തിൽ പ്രവേശിക്കുക അത് തന്നെ അടിച്ച് പമ്പ് ചെയ്താൽ ഇപ്പോൾ കൊടുക്കുന്നത്. ആ ഒരു സംവിധാനത്തിന് മാറ്റം ഉണ്ടാക്കി പുതിയ ഗാലറിയും അതിൽ പണിയണമെന്ന് നമ്മുടെ ആവശ്യമുണ്ട്. വരും വർഷങ്ങളിൽ ഇനി ഇത് ജനം നമുക്ക് വെള്ളത്തിന് വേണ്ടി വലയാൻ സാധ്യതയുള്ളതിനായി നമ്മൾ ഇത്രയും പൈസ മുടക്കി പണിഞ്ഞെങ്കിലും ഇത്രയും ഇത് ഒരു പ്രയോജനമായിട്ട് ഗവൺമെന്റ് നമ്മളിത് അന്നത്തെ കാലത്ത് ചെയ്തെങ്കിലും ഇത് കറക്റ്റ് ജനങ്ങൾക്കൊരു പ്രയോജനപ്രദമായി വന്നിട്ടില്ല. പിന്നെ അതിനാൽ ഇപ്പം നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് ഒന്നിൽ മാറ്റി പുതിയത് പണിഞ്ഞുകൊണ്ട് പിന്നെ അതിൽ നിന്ന് സംവരണശേഷി വലിയ ടാങ്ക് പണിഞ്ഞുകൊണ്ട് സംവരണശേഷിയുള്ള ടാങ്ക് പണിഞ്ഞിട്ട് എല്ലാ പ്രദേശത്തും ഇടത്തറ പച്ച NH സൈഡ് അണ്ടൂർ പച്ച വയലിൽ ഭാഗം 2ാം ഗേറ്റ് പിന്നെ അങ്ങ് ഇടമൺ LPS സ്കൂള് ഇപ്പോൾ ഇടമൺ 37 ജംഗ്ഷനിൽ പോലും ഈ വെള്ളം യഥാസമയം കിട്ടുന്നില്ല. ഇതിനടുത്തുള്ള 100 മീറ്റർ അകലെ പോലും ഈ ടാങ്കിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല. പഴയ അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ടാങ്കിന് 100 മീറ്റർ അകലെയുള്ള അംഗൻവാടിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അംഗൻവാടി ടീച്ചർ പറയുന്നു. പമ്പ് ഹൌസിൽ ഓപ്പറേറ്റർ ഇല്ലെന്നും കല്ലടയാറ്റിൽ നിന്ന് വെള്ളം ഫിൽറ്റർ ചെയ്യാതെ നേരിട്ട് പമ്പ് ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ടാങ്കിന്റെ അവിടെ 100 മീറ്റർ ദൂരമുള്ള ഞങ്ങളുടെ വാതിക്കലോട്ട്, പക്ഷെ അവിടോട്ട് ഇച്ചിരി ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് ഇവിടെ പമ്പ് ചെയ്യുന്ന വെള്ളം നമ്മുടെ പൈപ്പിലോട്ട് കിട്ടത്തില്ല. വാട്ടർ കണക്ഷൻ തന്നെ നമുക്ക് അവിടെ വാതിക്കെ തന്നിട്ടുണ്ട്, പക്ഷെ വെള്ളം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിവേദനം നൽകുന്നതിനായി ഒപ്പുശേഖരണം 13-ന് ആരംഭിച്ചതായും നിവേദനം ഉടൻ മന്ത്രിമാർക്ക് സമർപ്പിക്കുമെന്നും വികസന സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ അടുക്കളമൂലയിൽ അവശനിലയിൽ കണ്ടെത്തിയ വൃദ്ധനെ ജനമൈത്രി പോലീസിന്റെ മേൽനോട്ടത്തിൽ പത്തനാപുരം ഗാന്ധിഭവനിൽ എത്തിച്ചു. 4 ദിവസത്തോളം റോഡരികിൽ കിടന്ന ഇയാളുടെ കാലിന് പൊട്ടലുണ്ടായിരുന്നു. റോഡരികിൽ അവശനിലയിൽ കണ്ടെത്തിയ വൃദ്ധനെ പുനലൂർ ജനമൈത്രി പോലീസിന്റെ മേൽനോട്ടത്തിൽ പത്തനാപുരം ഗാന്ധിഭവനിൽ ഏൽപ്പിച്ചു. പുനലൂർ അഞ്ചൽ റോഡിൽ അടുക്കളമൂല ഭാഗത്താണ് മാർത്താണ്ഡം സ്വദേശിയായ ആറുമുഖം എന്ന 60-കാരനെ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജനമൈത്രി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ എസ് ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. നഗരസഭ ആംബുലൻസിൽ പ്രാഥമിക ചികിത്സയ്ക്കായി വൃദ്ധനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക പരിശോധനയിൽ കാലിൽ പൊട്ടലുള്ളതായി കണ്ടെത്തി. പ്ലാസ്റ്റർ ഇട്ട ശേഷം ഗാന്ധിഭവൻ അധികൃതരുമായി ബന്ധപ്പെട്ടു. അവരുടെ നിർദ്ദേശാനുസരണം നഗരസഭ ആംബുലൻസിൽ ഗാന്ധിഭവനിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ വിവാഹ തട്ടിപ്പ് നടത്തിയ കണ്ണൂർ സ്വദേശി യുവാവിനെ കുടുക്കിയത് ഫേസ്ബുക്കിലിട്ട വിവാഹ ഫോട്ടോ. 2ാം വിവാഹത്തിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ട് ആദ്യ ഭാര്യ പരാതി നൽകുകയായിരുന്നു. യുവതികളെ വിവാഹം കഴിച്ച ശേഷം കബളിപ്പിച്ചു മുങ്ങുന്ന യുവാവ് പിടിയിലായതിന് വഴിവെച്ചത് ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ച വിവാഹ ഫോട്ടോ. കണ്ണൂർ പയ്യന്നൂർ ഇളയിടത്ത് വിജേഷ് എന്ന 26-കാരനാണ് പോലീസ് പിടിയിലായത്. വിജേഷിന്റെ ഭാര്യ ഐലറ സ്വദേശിനിയായ യുവതിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിയും വികലാംഗയുമായ യുവതിയെ 2010-ലാണ് വിജേഷ് വിവാഹം കഴിച്ചത്. ഒരു സന്നദ്ധ സംഘടന നടത്തിയ വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഐലറ സ്വദേശിനിയായ യുവതിയെ ഇയാൾ വിവാഹം ചെയ്തത്. പിന്നീട് ഒരു കുട്ടി ജനിച്ചതോടെ ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. യുവതിയുടെ ബന്ധുക്കൾ ഇയാളെ പലയിടങ്ങളിലും തെരഞ്ഞെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഐലറയിൽ നിന്ന് മുങ്ങിയ ഇയാൾ പിന്നീട് അഞ്ചൽ തഴമേൽ സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിച്ചു. ഇവരുടെ വിവാഹ ഫോട്ടോ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയയായ ഫേസ്ബുക്കിൽ കാണാനിടയായതിനെ തുടർന്ന് ആദ്യ ഭാര്യ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിക്കെതിരെ 498, 494 എന്നീ വകുപ്പുകൾ ചുമത്തിയതായി അഞ്ചൽ സബ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് പറഞ്ഞു. തലമേൽ താമസിക്കുന്ന ഷീജ എന്ന് പറഞ്ഞ വീരാംഗയ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അവരുടെ ഭർത്താവ് കണ്ണൂർ സ്വദേശിയായ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള വിജേഷ് സമർപ്പിച്ചു. അയാളുടെ മറ്റൊരു വിവാഹം ഈ ചീപ്പോയിൽ ഭാഗത്തുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്ന് അതിൻ്റെ ഫോട്ടോസ് അവർക്ക് ഫേസ്ബുക്കിലൂടെ കണ്ടുവന്നു. അതിൽ അവരുടെ ഭർത്താവാണ് സംശയിക്കുന്നത് ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾ അവിടുത്തെ അന്വേഷണത്തിലാണ് 2013 ഈ വർഷം 2013 സെപ്റ്റംബർ മാസം 15-ാം തീയതി വീട്ടിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെ വധുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഈ വിജേഷ് വീണ്ടും സബിത എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഈ പെൺകുട്ടി സ്റ്റേഷനിൽ ഹാജരായി തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യും. 498 and 494 ഒരു വിവാഹം നിലവിലിരിക്കെ മറ്റൊരു ഈ വിവാഹ സമയത്ത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതിനും കൂടെ നിയമപരമായിട്ട് നടപടിയെടുക്കുകയും ഇവനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. വിജേഷ് വേറെയും വിവാഹ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
നാട്ടുകാരുടെ കാരുണ്യത്താൽ ജീവിതം തള്ളി നീക്കിയിരുന്ന കരുകോൺ സ്വദേശി വൃദ്ധനെ കലയപുരം ആശ്രയ സങ്കേതം ഏറ്റെടുത്തു. 4 മക്കളുള്ള വൃദ്ധൻ കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് നാളുകളായി അന്തി ഉറങ്ങിയിരുന്നത്. മാസങ്ങളായി വഴിവക്കിലെ വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഉറങ്ങിയിരുന്ന കരുകോൺ മുളപ്പമൺ ചരുവിള വീട്ടിൽ ബഷീറിനെ പരിചരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് കലയപുരം ആശ്രയ സങ്കേതം ഏറ്റെടുത്തത്. 4 പെൺമക്കളുടെ പിതാവായ ബഷീർ കൂലിവേലക്കാരനായിരുന്നു. ഏതാനും മാസങ്ങളായി രോഗശയ്യയിലായിരുന്നു ബഷീർ. ജോലിക്ക് പോകാനാകാതെ പട്ടിണിയിലായിരുന്ന ബഷീറിന് നാട്ടുകാരിൽ ചിലരും മുളപ്പമൺ മുസ്ലിം ജുമാ മസ്ജിദിന്റെ ഭാരവാഹികളും ചേർന്നാണ് മരുന്നിനും ആഹാരത്തിനും പണം നൽകിയിരുന്നത്. ഈ നില തുടരാനാവാതെ വന്നതോടെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആശ്രയ സങ്കേതം അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സങ്കേതം ഭാരവാഹികളായ കലയപുരം ജോസ്, പ്രൊഫസർ TJ ജെയിംസ്, ബിനു ബേബി, ജോഫി ജേക്കബ് എന്നിവർ മുളപ്പമണ്ണിലെത്തി ബഷീറിനെ ആശ്രയ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോയ് ബഷീറിനെ കലയപുരം ജോസിന് കൈമാറി. ഭക്ഷണം കിട്ടാഞ്ഞായിരിക്കാം ആരോഗ്യസ്ഥിതി വളരെ മോശമായി, ശാരീരികമായി അസ്വസ്ഥതകളൊക്കെ തോന്നി. ഞങ്ങളൊക്കെ ഇടപെട്ട് മുളപ്പമൺ പള്ളിയിലെ ഭാരവാഹികളോട് ഇടപെട്ട് ജോസ് സാറിനെ വിളിക്കുകയും സാറ് കൊണ്ടുപോകാമെന്ന് ഏൽക്കുകയും അതനുസരിച്ചുള്ള ഞാനും വാർഡ് മെമ്പറായ സാബു സാറും കൂടെ പോയി ജെയിംസ് സാറിനെ കാണുകയും ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും പള്ളിയുടെ പ്രസിഡന്റായ ഷാനവാസ് സാറുമായിട്ട് ബന്ധപ്പെടുകയും സാർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. വർഷങ്ങളായി കരുകോൺ നിവാസികൾക്ക് സുപരിചിതനായ ബഷീറിനെ യാത്രയയക്കാൻ ജനപ്രതിനിധികളായ സാബു, ജുമൈറത്ത് ഷാജഹാൻ തുടങ്ങി നിരവധി പേർ മുളപ്പമണ്ണിലെത്തിയിരുന്നു. ബഷീറിന് ആഹാരം നൽകി പോന്ന നാട്ടുകാരിൽ ചിലർ കരഞ്ഞുകൊണ്ടാണ് ഇയാളെ യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയുടെ വീട്ടിൽ പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി. ചടയമംഗലത്താണ് സംഭവം. പോരേടം പൊയ്കവിള വീട്ടിൽ അശോകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ ചടയമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി റസിന്റെ വീട്ടിൽ പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പോലീസ് അതിക്രമം കാട്ടിയെന്ന് കാണിച്ച് റസിന്റെ മാതാപിതാക്കൾ ജില്ലാ കളക്ടർക്കും SP-ക്കും പരാതി നൽകി. തിങ്കളാഴ്ച 4 മണിയോടെ പോലീസ് എത്തി ജനൽ പൊളിക്കുകയും കതക് ചവിട്ടിപ്പൊളിക്കുകയും ഓടുകൾ തകർക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. വീട്ടുപകരണങ്ങളും തുണിയും വലിച്ച് പുറത്തേക്കെറിഞ്ഞതായും പരാതിയിൽ പറയുന്നു. റസിന്റെ അമ്മയുടെ പള്ളിക്കലെ വീട്ടിലും പോലീസ് അതിക്രമം കാട്ടിയതായി മാതാപിതാക്കൾ പരാതി നൽകി. ഇതിനെതിരെ ഞങ്ങൾ SP, മുഖ്യമന്ത്രി, കളക്ടർ, ബാക്കി ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും പരാതി കൊടുക്കാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. നിയമം കാറ്റിൽ പറത്തി വാഹനങ്ങളിൽ കന്നുകാലികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നത് കിഴക്കൻ മേഖലയിൽ പതിവ് കാഴ്ചയാണ്. പോലീസോ ചെക്ക് പോസ്റ്റ് അധികൃതരോ പിടികൂടിയാൽ തന്നെ നിസ്സാര തുക പെറ്റിയടച്ച് വ്യാപാരികൾ രക്ഷപ്പെടും. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. കന്നുകാലികളെ വാഹനങ്ങളിൽ അമിതമായി കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് 20 മുതൽ 30 വരെ കേസുകളാണ് തെന്മല പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒരു മാസം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഒരു വാഹനത്തിൽ 1 സ്ക്വയർ മീറ്ററിൽ 1 മാടിനെ മാത്രമേ കൊണ്ടുപോകാവൂ എന്ന നിയമം കാറ്റിൽ പറത്തിയാണ് കച്ചവടക്കാർ മൃഗങ്ങളെ പീഡിപ്പിച്ച് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നത്. നിസ്സാരമായ പെറ്റി കേസുകൾ ചാർജ് ചെയ്യുന്നതാണ് ഇവരെ വീണ്ടും വീണ്ടും നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. പിടികൂടിയാൽ പോലീസ് സ്റ്റേഷനിൽ പെറ്റിയടച്ച ശേഷം പോലീസുകാരുടെ മുന്നിലൂടെ അതേ രീതിയിൽ തന്നെ മാടുകളെ കുത്തിനിറച്ചു കൊണ്ടുപോവുകയാണ് വ്യാപാരികളുടെ പതിവ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ തെന്മലയിൽ പ്രവർത്തിക്കുന്ന റിൻഡർപ്രസ് ചെക്ക് പോസ്റ്റ് വരെ കന്നുകാലികളെ വാഹനത്തിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് നടത്തിച്ച് വീണ്ടും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ രീതി. ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും കൈക്കൂലി വാങ്ങി ഇവർക്ക് ഒത്താശ ചെയ്യുന്നു എന്ന ആക്ഷേപം നേരത്തെയുള്ളതാണ്. ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത വിഷയമായതിനാൽ പ്രതികരിക്കാൻ ആരും തയ്യാറുമല്ല. പിടിക്കപ്പെടുന്ന വാഹനങ്ങൾ കോടതിയിൽ ഹാജരാക്കി അവിടെ ജാമ്യത്തുക അടച്ചു മാത്രമേ ഇറക്കാൻ പാടുള്ളൂ എന്ന ചട്ടമുണ്ടെങ്കിലും എപ്പോഴും കുറ്റക്കാരെ പെറ്റി കേസ് ചാർജ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. കഥാപ്രസംഗ പരിപോഷണ സമിതിയുടെ നേതൃത്വത്തിൽ യുവകാഥികന്റെ പുതിയ കഥാപ്രസംഗത്തിന് പത്തനാപുരം ഗാന്ധിഭവനിൽ തുടക്കം കുറിക്കുന്നു. MLA ഐഷ പൂറ്റിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാഥികൻ നരിക്കൽ രാജീവ് കുമാറിന്റെ പരിണയം എന്ന കഥാപ്രസംഗമാണ് ഗാന്ധിഭവനിൽ അവതരിപ്പിച്ച് പ്രയാണം തുടങ്ങുന്നത്. മുതുകുളം സോമനാഥ രചന നിർവഹിച്ച അത്യപൂർവ്വ പ്രണയകഥയാണ് പരിണയം. കഥാപ്രസംഗ രംഗത്ത് 20 വർഷത്തെ അനുഭവം നൽകിയ കരുത്തുമായാണ് രാജീവ് കുമാർ പുതിയ കഥയുമായി എത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗാന്ധിഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ കലാകാരന്മാരെ ആദരിക്കും. പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ, പരവൂർ രാമചന്ദ്രൻ, കവി വിശ്വൻ കുടിക്കോട് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. KLDC ചെയർമാൻ ബെന്നി കക്കാട്, വടകോട് മോനച്ചൻ, പ്രൊഫസർ ആയിലം ഉണ്ണികൃഷ്ണൻ, TC സുനിൽദത്ത്, ഇടക്കൊച്ചി സലീംകുമാർ, മുതുകുളം സോമനാഥ്, പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ, ഇരവിപുരം ഭാസി തുടങ്ങിയവർ സംസാരിക്കും. പരിപോഷണ സമിതി ഭാരവാഹികളായ TC സുനിൽദത്ത്, അഡ്വക്കേറ്റ് KD വിശ്വനാഥ്, ആനസ് വെഞ്ചേമ്പ്, ഷീല പ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഐഷാപ്പൊറ്റിയാണ് ശ്രീ രാജീവ് നരിക്കലിന്റെ പരിണയം എന്ന് പറയുന്ന കഥ പ്രധാനം. ആ കഥ എഴുതിയത്
മുതുകുളം സോമനാഥാണ്. അതുപോലെ തന്നെ എൻ്റെ സംഗീതം ഷാജി കൊട്ടാരക്കര. അപ്പോൾ ആ കഥ അന്ന് ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല അവിടെ കുറച്ചുപേരെ ആദരിക്കുക കൂടി ചെയ്യുന്നു. ഈ പരിപോഷണ സമിതി കഴിഞ്ഞ എല്ലാ അതിൻ്റെ വേദികളിലും നമ്മുടെ നാടിന് ഏറെ സംഭാവന ചെയ്ത കലാകാരന്മാരെ, സാഹിത്യകാരന്മാരെ, കവികളൊക്കെ ആദരിക്കുന്ന പരിപാടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഡാം റോഡിൽ ശനിയാഴ്ച അപകടത്തിൽപ്പെട്ട ലോറിയിൽ കരിമരുന്നാണെന്ന് സംശയമുയർന്നത് നാട്ടുകാരെയും അധികൃതരെയും ഏറെ നേരം കുഴക്കി. ഒടുവിൽ സെയിൽസ് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഇത് എമരി പൌഡറാണെന്ന് സ്ഥിരീകരിച്ചു. തെന്മലയിൽ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് പാഞ്ഞുകയറിയ ലോറിയിൽ നിന്ന് ചരക്കിറക്കുന്നതിനിടെ തൊഴിലാളികൾ ഉന്നയിച്ച സംശയമാണ് പോലീസിനെയും നാട്ടുകാരെയും തൊഴിലാളികളെയും ഏറെ നേരം ആശയക്കുഴപ്പത്തിലാക്കിയത്. ആദ്യം ലോറിയിൽ നിന്ന് ഉപ്പാണ് ഇറക്കിയതെങ്കിലും അടിയിൽ കരിമരുന്നിനോട് സാദൃശ്യമുള്ള വസ്തുവാണെന്ന് ലോഡിംഗ് തൊഴിലാളികൾക്ക് സംശയം തോന്നി. തുടർന്ന് മാധ്യമപ്രവർത്തകരെയും തെന്മല പോലീസിനെയും വിവരമറിയിച്ചു. തെന്മല എസ്ഐ വി പി സുധീഷ് സ്ഥലത്തെത്തി സാമ്പിൾ പരിശോധിച്ചു. ലോറി ഡ്രൈവറെ ചോദ്യം ചെയ്തെങ്കിലും ഡ്രൈവർക്ക് ചരക്കിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് പോലീസിനെയും കുഴക്കി. തുടർന്ന് ആര്യങ്കാവ് സെയിൽസ് ചെക്ക് പോസ്റ്റിൽ ബന്ധപ്പെട്ട ശേഷമാണ് ചരക്കിനെപ്പറ്റി പൂർണ്ണരൂപം ലഭിച്ചത്. ഫർണിച്ചറുകൾ മിനുസപ്പെടുത്തുന്ന എമരി പേപ്പറിൽ ഉപയോഗിക്കുന്ന പൌഡറാണ് സംഗതിയെന്ന് ആര്യങ്കാവ് സെയിൽസ് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്നാൽ ഭക്ഷ്യവസ്തുക്കളോടൊപ്പം ഇത്തരം രാസവസ്തുക്കൾ കൊണ്ടുപോകുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇന്ത്യൻ ബാങ്കിന്റെ പത്തനാപുരത്തെ ATM കൌണ്ടറിൽ നിന്ന് അർദ്ധരാത്രി സൈറൻ മുഴങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. അതേസമയം സാങ്കേതിക തകരാറ് മൂലമാണ് സൈറൻ ഉയർന്നത്. പത്തനാപുരം കല്ലുംകടവിലുള്ള ഇന്ത്യൻ ബാങ്കിന്റെ ATM കൌണ്ടറിൽ നിന്ന് അർദ്ധരാത്രി ഉച്ചത്തിൽ ഉയർന്നു കേട്ട സൈറൻ ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ATM കൌണ്ടറിൽ നിന്ന് ശബ്ദമുയർന്നതോടെ തടിച്ചുകൂടിയ ജനങ്ങൾ പത്തനാപുരം പോലീസിൽ വിവരമറിയിച്ചു. 2 മണിക്കൂറിലേറെ ശബ്ദം നീണ്ടുനിന്നു. സാങ്കേതിക തകരാറ് മൂലമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് ഇന്ത്യൻ ബാങ്ക് മാനേജർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രസിഡൻസി ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ പ്രയാണം 31-ന് തെന്മലയിൽ നിന്നും തുടങ്ങും. നവംബർ 1-ന് കൊല്ലത്ത് നടക്കുന്ന പ്രസിഡൻസി ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ പ്രയാണം ഒക്ടോബർ 31-ന് രാവിലെ 10 മണിക്ക് തെന്മല ഡാം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അറിയിച്ചു. പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ നയിക്കുന്ന ദീപശിഖ പ്രയാണത്തിൽ MLA അഡ്വക്കേറ്റ് കെ രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. 50ഓളം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ദീപശിഖ കൊല്ലത്തെത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ദീപശിഖ റാലിക്ക് അവരോടൊപ്പം കൊല്ലത്തേക്ക് പോകുന്നതിന് എക്കോ ടൂറിസത്തിന്റെ പ്രചരണ വേഷം ധരിച്ചുകൊണ്ട് ഒരു 50 പേരടങ്ങുന്ന ഒരു യുവജനങ്ങളുടെ ഒരു ബൈക്ക് റാലി ഇതിന് കൂടുതൽ ഈ പ്രവർത്തനത്തിന് മിഴിവേകുന്നതിന് വേണ്ടി അത് നടപ്പിലാക്കണമെന്ന് എക്കോ ടൂറിസം സൊസൈറ്റിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അനുകൂലമായ നിലപാട് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എക്കോ ടൂറിസം സൊസൈറ്റിയുമായി ചേർന്നുകൊണ്ട് തന്നെ തെന്മലയിലെ എക്കോ ടൂറിസം പദ്ധതിയുടെ അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ പ്രാധാന്യം കൂടി വിളിച്ചറിയിക്കുന്ന രീതിയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടപ്പിലാക്കുന്ന ഈ വള്ളംകളി, പ്രസിഡന്റ് ട്രോഫി വള്ളംകളി മത്സരം അത് വലിയ വിജയപ്രദമാക്കുന്നതിനും അതിൽ എക്കോ ടൂറിസത്തിന്റെ പങ്ക് കൂടി വ്യക്തമാകത്തക്ക വിധത്തിൽ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. അങ്ങനെ ഈ പരിപാടി വലിയ വിജയപ്രദമാക്കുന്നതിന് തെന്മല പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും വിവിധ ക്ലബ്ബുകളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും എല്ലാം ഒരു കൂട്ടായ സഹകരണം പിന്തുണ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലന്വേഷകരെ സഹായിക്കാൻ കൂടുതൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. മലമ്പനി മന്തുരോഗ നിവാരണത്തിന്റെ ഭാഗമായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ രക്തപരിശോധന തുടരുന്നു. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള പുരോഗമിക്കുന്നു. ആദ്യ ദിനം സെൻഗുരെ THSS മുന്നിൽ. അഞ്ചലിൽ വിവാഹ തട്ടിപ്പ് വീരൻ കുടുങ്ങിയത് ഫേസ്ബുക്കിൽ വിവാഹ ഫോട്ടോയിട്ട്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.